Hi everyone, welcome back to Chinnus Taste Buds. ഇന്ന് ഞാൻ ബേസിക് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മിക്കവർക്കും തന്നെയുള്ള പരാതിയാണ് എപ്പോഴും കേക്ക് ഉണ്ടാക്കുമ്പോൾ സോഫ്റ്റ് ആവുന്നില്ല, അല്ലെങ്കിൽ കുഴിഞ്ഞു പോകുന്നു, അങ്ങനെയൊക്കെയുള്ള കംപ്ലയിൻറ്റ്. അപ്പോൾ അതൊന്നുമില്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ സ്പോഞ്ച് കേക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യമേ തന്നെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാൽ റൂം ടെമ്പറേച്ചറുള്ള പാൽ വേണം എടുക്കാനായിട്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് കേർഡിലാവാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഇത് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇതാദ്യമേ തന്നെ ചെയ്ത് വെക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കേക്ക് നമ്മൾ സ്പോഞ്ച് കേക്ക് തയ്യാറാക്കുമ്പോൾ ഒരു ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൽ ഒന്ന് പോലും ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റ് എടുത്ത് യൂസ് ചെയ്യരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഈ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഇതൊന്നും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല. മിക്കവർക്കും പറ്റുന്ന പ്രശ്നമാണ് ഇതൊക്കെ. ബേക്കിംഗ് പൗഡറും അതേപോലെ കൊക്കോ പൗഡറൊക്കെ മിക്കവരും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. എയർ ടൈറ്റ് കണ്ടെയ്നറിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം അരിച്ചെടുത്താൽ മതി. മിക്കവരും 2-3 പ്രാവശ്യമൊക്കെ ഇട്ട് അരിച്ചെടുക്കാറുണ്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു പ്രാവശ്യം അരിച്ചെടുത്തതിന് ശേഷം ഇതൊന്ന് ഒരു സ്പൂൺ കൊണ്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് കൊണ്ടോ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. കാര്യം ഈ ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഈ മൈദ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സായി കിട്ടണം. അത്രയേ ഉള്ളൂ. അപ്പോൾ അതൊരു വിസ്ക് കൊണ്ട് അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പ്, ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട, റൂം ടെമ്പറേച്ചറുള്ള 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ അതേപോലെ തന്നെ വാനില എസൻസ് ആണെങ്കിലും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുറത്ത് തന്നെ വെച്ചാൽ മതി. അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് ആ തണുപ്പോടുകൂടി ചെയ്യുമ്പോഴാണ് മിക്കവരുടെ കേക്കിനും കംപ്ലയിൻറ്റ്സ് ഉണ്ടാവുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നല്ല ഹൈ സ്പീഡിലിട്ടിട്ട് തന്നെ ഇത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ എഗ് മിക്സ്ചർ നന്നായിട്ട് ബീറ്റായി കിട്ടുമ്പോഴേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയുള്ളൂ. അതേപോലെ തന്നെ കേക്ക് നന്നായിട്ട് പൊങ്ങി വരാനും ഇത് എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോഴേ കേക്ക് നല്ല കറക്റ്റ് ടെക്സ്ചറിൽ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇത് നല്ല ഹൈ സ്പീഡിൽ തന്നെ ഇട്ട് ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിനു മുമ്പ് ഞാൻ ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര 1 കപ്പ് എടുത്തിട്ട് അത് കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ബീറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ കുറേശ്ശെ പൗഡർഡ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഒരുമിച്ച് ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അപ്പോൾ കുറേശ്ശെ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല ക്രീമി ടെക്സ്ചറിൽ ആക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ എഗ് മിക്സ്ചർ നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് നമ്മൾ എഗ്ഗ് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോഴേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാലും വിനീഗറുമുള്ള മിക്സ്ചർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് 1 മിനിറ്റ് കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊക്കെ ഹൈ സ്പീഡിൽ തന്നെ ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ബീറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഈ ബൗൾ ഒന്ന് ഇതേപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും കറക്റ്റായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതൊരു മിനിറ്റ് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഒരിക്കലും വെളിച്ചെണ്ണയൊന്നും ഇതിലേക്ക് ചേർക്കരുത്. സൺഫ്ലവർ ഓയിൽ തന്നെ വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഓയിൽ ചേർത്തിട്ട് പിന്നീട് ഒരുപാട് സമയം നമ്മൾ ബീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോഴാണ് കേക്ക് ഫ്ലോപ്പായി പോകുന്നത്. അപ്പോൾ ഓയിൽ ചേർത്തിട്ട് പിന്നെ ലോ സ്പീഡിലിട്ടതിന് ശേഷം ഒരു 30 സെക്കൻഡ് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഒരുപാട് നേരം ബീറ്റ് ചെയ്യരുത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ വീഡിയോ സ്പീഡാക്കിയേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് ഹൈ സ്പീഡിൽ ബീറ്റ് ചെയ്യുന്ന പോലെ തോന്നുന്നത്. ഞാൻ ലോ സ്പീഡിൽ തന്നെയാണ് ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ലോ സ്പീഡിലൊരു 30 സെക്കൻഡ് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഒരു ഭാഗത്തിന് നമുക്കിതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യുമ്പോഴും
കുറേശ്ശെ ഇതിലേക്ക് ചേർത്തതിന് ശേഷം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഫോൾഡ് ചെയ്തെടുക്കുക. ഒരുമിച്ച് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഇതിലേക്ക് ചേർക്കരുത്. കുറേശ്ശെ ആയിട്ട് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അതുപോലെ ഒരുപാട് കുത്തി ഇളക്കിയാണെങ്കിലും കേക്ക് മിക്സ് ചെയ്യരുത്. നമ്മുടെ കേക്ക് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ തയ്യാറാക്കി എടുക്കുക. പിന്നെ ഞാനിവിടെ കേക്ക് കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ കുക്കർ നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 2-3 തുള്ളി സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്തെടുക്കുക. ഓയിൽ നമ്മൾ കേക്ക് ടിന്നിലോ അല്ലെങ്കിൽ കുക്കറിലോ എന്തിലാണ് ബേക്ക് ചെയ്യുന്നത് വെച്ചാൽ അതിൽ ഓയിൽ ഒരുപാട് ഒഴിച്ചാലും നമ്മുടെ കേക്ക് സൈഡ്സൊക്കെ വല്ലാതെ മുരിഞ്ഞു പോവും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഓയിലിൻ്റെ ആവശ്യമുള്ളൂ. 2-3 തുള്ളി ഓയിൽ ഒഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു ബ്രഷ് കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിന് മുകളിലേക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും, അതോടെ കാണുക. ഇനി നമുക്ക് ഇതിന് മുകളിലേക്ക് കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചതിന് ശേഷം കുക്കർ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് കുക്കർ മൂടി വെക്കാം. അപ്പോൾ അതിന് മുമ്പ് തന്നെ കുക്കറിൻ്റെ മൂടിയിൽ ഈ വാഷർ മാറ്റേണ്ട ആവശ്യമില്ല. പക്ഷേ കുക്കറിൽ വിസിൽ വെക്കരുത്. വിസിൽ മാറ്റിയതിന് ശേഷം വേണം കുക്കർ മൂടാനായിട്ട്. പിന്നെ നേരത്തെ തന്നെ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പഴയ തവയിലേക്ക് അതിന് മുകളിലേക്ക് കുക്കർ വെച്ച് കൊടുക്കാം. എന്നിട്ടിനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 25 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ കേക്ക് റെഡിയായി കിട്ടുന്നതാണ്. അപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബേസിക് സ്പോഞ്ച് കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒന്ന് ഈ ദോശത്തവയിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ഈ ചൂടാറിയതിന് ശേഷം വേണം ഇത് ഡിമോൾഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ ദോശത്തവയിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വീണ്ടും അതിലിരുന്ന് ഒന്നുകൂടെ കുക്കായി പോവും. അപ്പോൾ അതുകൊണ്ടാണ് മാറ്റി വെക്കുന്നത്. പിന്നെ മാറ്റി വെച്ച് നന്നായിട്ടൊന്ന് ചൂടാറുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇതിൻ്റെ അരികൊക്കെ നമുക്കൊന്ന് ഒരു കത്തി കൊണ്ട് ഒന്ന് കുത്തിയെടുത്തതിന് ശേഷം ഡിമോൾഡ് ചെയ്തെടുക്കാം. അതിന് ശേഷം വേണം കേക്ക് ഡിമോൾഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ സ്പോഞ്ച് കേക്ക് തയ്യാറായിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കേക്ക് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.